ഞാൻ എൻ്റെ ചാനലിൽ ജെന്യുവിൻ ആയിട്ടുള്ള സാധനങ്ങളെ നല്ലതാന്ന് പറയാറുള്ളൂ. നല്ല ഞാൻ വെറുതെ ഒരു ജോക്ക് അടിച്ചതാ കേട്ടോ. ഞാൻ എന്തിനാ നമ്മള് വല്ലവരുടെ കുറ്റം പറയാൻ പോണേ? ഞൊട്ടണ്ടാന്ന് അവര് പറഞ്ഞില്ലേ, ചെറുതായതുകൊണ്ട് ഞൊട്ടുണ്ടാന്ന് അവര് പറഞ്ഞാലും നമുക്ക് ഞൊട്ടാതെ തന്നെ ഒരു സമാധാനം ഇല്ല അല്ലേ? ഞൊട്ടിക്കോ, ഞാൻ പോയി കിടക്കും. മീൻകട കയറുന്നുണ്ടോ? മീൻകടയില് കക്ക ഇറച്ചി കക്ക കഴിക്കാൻ കൊതിയായിട്ടുണ്ട്. അപ്പം മീൻകടയിൽ കയറി അതും കൂടെ നോക്കാം അല്ലെ? അവിടെ ത്രെഡ് ഒക്കെ ചെയ്ത് എന്തോ പൊന്നോ വാക്സിൻ ചെയ്തോ? കൈയും കാലും ഒക്കെ വാക്സിൻ ചെയ്ത് ചൊറിഞ്ഞും മന്തി ഇരിപ്പുണ്ടോ? ഇതിനേക്കാൾ ഒന്നുകൂടി സുന്ദരിയായി മമ്മി വന്നല്ലോ. മുടിയൊക്കെ ഒന്നുകൂടി ക്രോപ്പ് ചെയ്ത് അമീസ് കേറി ഫോട്ടോ എടുത്തവനെ ഫോട്ടോ ഒക്കെ എടുക്കാം. അങ്ങോട്ട് കേറ് മമ്മി. അമ്മ അടിപൊളിയാണല്ലോ അമ്മി. അവര് പറഞ്ഞോ മമ്മിയുടെ ഇത് കണ്ടേച്ചു ഒരുപാട് പേര് വന്നു. മമ്മിയിൽ നിന്ന് ഇൻസ്പയർ ആയി ഒത്തിരി പേര് വന്നു എന്നാ പറഞ്ഞേ. അവര് കടക്കാര് പറയാതെ പറഞ്ഞല്ല ഞാൻ പറഞ്ഞാണ് പിന്നെ അങ്ങനെ പറഞ്ഞത്. കടക്കാര് പറയാതെ ഒത്തിരി പേര് വന്നു, ഒരുപാട് പേര് വന്നു. മുടിയൊക്കെ വെട്ടി. ഓ കിച്ചാമണി രണ്ടുപേരും ട്രാൻസ്ഫോർമേഷൻ ആയല്ലോ. കിച്ചാമണി ത്രെഡ് ഒക്കെ ചെയ്ത് എന്തോ പൊന്നോ വാക്സിൻ ചെയ്തോ? കൈയും കാലും ഒക്കെ വാക്സിൻ ചെയ്ത് ചൊറിഞ്ഞും മന്തി ഇരിപ്പുണ്ടോ? എങ്ങനെ ഉണ്ടായിരുന്നു? വേദന ഉണ്ടായിരുന്നോ? വേദന ഉണ്ടായിരുന്നോ? കാറി പൊളിച്ചോ? ഞാനാണെങ്കിൽ ഉണ്ടല്ലോ അമ്മേ, ഞാൻ കിച്ചാമണിക്ക് ഞാനാണ് വാക്സിൻ ചെയ്ത് കൊടുക്കണെങ്കിലുണ്ടല്ലോ അവള് ഒരു മണിക്കൂറത്തെ വാക്സിൻ ഒരു 3 മണിക്കൂറാക്കും. നിർത്തിച്ച് ചെയ്യുള്ളൂ. അപ്പൊ അവരുടെ അടുത്തൊന്നും പറയാൻ പറ്റില്ലല്ലോ. എങ്ങനെ ഉണ്ടായി? ആണോ? പ്രത്യേകിച്ച് മറ്റേ എനിക്ക് തോന്നുന്നു ഹിന്ദിക്കാർ ചേച്ചിമാരാന്ന് തോന്നുന്നു ചെയ്യുന്നത് അല്ലേ? അവരുടെ അടുത്ത് ഒരു വിളച്ചിലും നടക്കില്ല കേട്ടോ. ലാംഗ്വേജും അറിയില്ല. പോവാം നമുക്ക് ഫുഡ് കഴിക്കണ്ടേ? ഒന്നരയായി, എനിക്ക് വിശക്കോ. പോവാം. ഷോപ്പിംഗ് നടത്തിയോ? ഷോപ്പിംഗ് ഒന്നും നടത്തിയിരുന്നു. ഞാൻ ചുമ്മാ ഇങ്ങനെ തേരാപ്പാറ നടക്കുവായിരുന്നു. പാഴ്സലൊക്കെ കാണുന്നത് അതൊക്കെ ഞാൻ പറയാം. പോവാം നമുക്ക്. പോയേക്കാം. അതിനുശേഷം ഞങ്ങളിതേ തൊടുപുഴയുള്ള ഹൈ റേഞ്ച് ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറിയേക്കാണ്. പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. തൊടുപുഴയുള്ള ഏറ്റവും ബെസ്റ്റ് ഊണ് കിട്ടുന്ന സ്ഥലമാണ്. നല്ല കറികളാണ്, അടിപൊളി കറികളാണ് കേട്ടോ. ഓരോ കറിക്കും ഓരോ യൂണിക് ടേസ്റ്റാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അവിടെ കയറി ഫുഡ് കഴിക്കാനായിട്ട്. എസ്പെഷ്യലി ഊണ് എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. തൊടുപുഴ ഏറ്റവും നല്ല ഊണ് കിട്ടുന്ന സ്ഥലം തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആൻസി കയറി. ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള നല്ല പലഹാരങ്ങൾ ആൻസി കിട്ടും. അപ്പോൾ അതെല്ലാം നോക്കി ഞങ്ങളിങ്ങനെ പർച്ചേസ് ചെയ്യണം. മമ്മി ഭയങ്കര അലുവ കൊതിച്ചാന്ന് എല്ലാവർക്കും അറിയാവുമെന്ന് എനിക്കറിയില്ല. മമ്മി എന്താണെങ്കിലും ഭയങ്കര അലുവ കൊതിച്ചാണ്. അപ്പം മമ്മി ഒരു പീസ് അലുവ എടുത്തു. പിന്നെ ബിസ്ക്കറ്റ് കണ്ടെല്ലാം വാരി വലിച്ചെടുക്കുകയാണ് കേട്ടോ. എൻ്റെ പേര് പറഞ്ഞ് മമ്മിയാണ് ഫുള്ള് വാങ്ങുന്നത് കേട്ടോ. അപ്പോൾ എന്നാണെങ്കിൽ ഞങ്ങൾ കുറേ പലഹാരങ്ങളൊക്കെ മേടിച്ചു. എനിക്കും മമ്മിക്കും കിച്ചാമണിക്കും എല്ലാവർക്കും ഇഷ്ടമുള്ള കുറേ പലഹാരങ്ങൾ, അച്ചപ്പം, പിന്നെ അതുപോലെ മിക്സർ, റസ്ക്, അങ്ങനെ എല്ലാം നല്ല പലഹാരങ്ങളാണ് കേട്ടോ. എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള നല്ല പലഹാരങ്ങളാണ്. അപ്പോൾ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. കിച്ചാമണി ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരും ആൻസിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ഒരു പാക്കറ്റ് സാധനങ്ങളെല്ലാം ആയിട്ട് രണ്ടുപേരും വരുന്നുണ്ട്. അപ്പോൾ ഞാനാണ് ഡ്രൈവർ. രണ്ടുപേരെയും കൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള എല്ലാ സ്ഥലത്തും കൊണ്ടുപോവുകയാണ് എൻ്റെ പണി കേട്ടോ. ആൻസിലെ പലഹാരങ്ങളെല്ലാം നല്ലതല്ലേ? വന്നാലും കുഴലപ്പം കിട്ടില്ല. കുഴലപ്പം തീർന്നു പോകുന്നതാണോ അവിടെ? അതോ കുഴലപ്പത്തിന്റെ പ്രൊഡക്ഷൻ തീർന്നാണോ? മമ്മിക്ക് കൊറേ നാളായിട്ട് ആൻസി കയറി നടക്കുന്ന മമ്മി കുഴലപ്പത്തിന് വേണ്ടി. കുഴലപ്പം തീർന്നു പോണെന്നാ ഇവര് പറയണേ, ആർക്കറിയാം. അതെ മമ്മി, നമുക്ക് സ്വന്തമായിട്ടും കുഴലപ്പം ഉണ്ടാക്കും മമ്മി ഞങ്ങള്. ഒരു കുഴലപ്പം തിന്നാൻ വേണ്ടി പിന്നെ കുഴലപ്പം ഉണ്ടാക്കാൻ പോകാൻ വലിയ പാടൊന്നും ഇല്ല. പക്ഷെ എനിക്ക് മടിയാതെ താല്പര്യമില്ലാതെ. മമ്മി ഇന്ന് മേടിച്ച പലഹാരങ്ങളെല്ലാം തിന്നു തീർക്കാനുള്ള ആള് ബാക്കിയിരിപ്പുണ്ട് അല്ലേ? അതിന്റെ വലിയ ഭാവം ഉണ്ടോ നോക്കേ ആ മുഖത്ത് അല്ലേ? അലുവ മമ്മി ആർക്കും കൊടുക്കല്ലോ അല്ലേ മമ്മി? അച്ചപ്പ എന്റെ ആണ് കേട്ടോ. അച്ചപ്പ എന്റെ ഫേവറേറ്റ് ആണ്. എന്നാ പോവാം. വേറെ ഞങ്ങോടാ വേറെ മീൻകട കയറുന്നുണ്ടോ? മീൻകടയില് കക്ക ഇറച്ചി കക്ക കഴിക്കാൻ കൊതിയായിട്ടുണ്ട്. അപ്പം മീൻകടയിൽ കയറി അതും കൂടെ നോക്കാം അല്ലേ? എന്റെ അഭിപ്രായത്തിൽ നല്ല കക്ക കിട്ടുമെന്ന്. എന്റെ അഭിപ്രായത്തിൽ നാളെ മതിന്നല്ലേ? ഇന്ന് പോയി കിടന്ന് ഉറങ്ങാന്നല്ലേ? ഉറങ്ങാം. എനിക്കൊരു കിള്ളാനാ പാടുള്ളൂ. പണിയുണ്ട്. ഞാൻ എല്ലാം കിട്ടിത്തരാം. മമ്മി കറി വെച്ചാൽ മതി. ഓക്കെ കാണല്ലേ? പോവാന്നോ? കക്കായിക്ക് എത്രയാ? ഇല്ല അല്ലേ? 1 കിലോ മേടിക്കാം അല്ലേ? മേടിക്കാം. 1 കിലോ വന്നേരെ.
മമ്മി കക്കായും മത്തിയൊക്കെ കിട്ടിയോ? കിട്ടി. ഇന്നത്തേക്കുള്ള പണിയായല്ലോ. കക്ക ഞൊട്ടുണ്ടെന്നല്ലേ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഞാൻ ചുമ്മാ പറഞ്ഞാട്ടോ ഞാൻ ഞൊട്ടിത്തരുന്നൊക്കെ. ഞാൻ ചെല്ലുമ്പോഴേ കേൾക്കെടുക്കും. അയ്യോ ഞാൻ ഞൊട്ടിത്തരുന്നൊക്കെ മമ്മിയോട് പറഞ്ഞേ. ഇപ്പൊ മമ്മി അതൊക്കെ പ്രതീക്ഷിച്ച് കക്ക വാങ്ങിയിട്ടുണ്ട്. തീരെ ചെറിയ കക്കയാണ്, നല്ല പണിയാണ് മമ്മി. കക്ക ഞൊട്ടുണ്ടാന്ന് അവര് പറഞ്ഞില്ലേ, ചെറുതായതുകൊണ്ട് ഞൊട്ടുണ്ടാന്ന് അവര് പറഞ്ഞാലും നമുക്ക് ഞൊട്ടാതെ തന്നെ ഒരു സമാധാനം ഇല്ല അല്ലേ? ഞൊട്ടിക്കോ, ഞാൻ പോയി കിടക്കും ചെല്ലുമ്പോഴേ. അല്ല ഞൊട്ടാതെ കഴിക്കാനുള്ളൊരു ഇതൊക്കെ ഉണ്ടെങ്കിലേ ഇച്ചിരി ഈസി ആയിരുന്നു. എന്നാ നമുക്ക് ഞൊട്ടാതെ കഴിക്കാൻ സുഖമില്ല അല്ലേ? പക്ഷെ ഇത് കുഞ്ഞു പീരിയിട്ടോണ്ട് ഞൊട്ടിക്കൊണ്ടിരുന്ന അത്ര നേരം ഞൊട്ടിയാൽ നമുക്ക് നോക്കാം. നമുക്ക് എല്ലാവർക്കും കൂടെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞ് മിണ്ടിയും പറഞ്ഞൊക്കെ ചെയ്യാം. കുറ്റവും കുറവൊക്കെ പറഞ്ഞോണ്ട് പണി ചെയ്യണമെങ്കിൽ നല്ല എളുപ്പത്തിൽ അല്ലേ? ചുമ്മാ മമ്മി അമ്മ പറഞ്ഞ കേട്ടോ, അമ്മ അങ്ങനെ ആരുടെയും കുറ്റമൊന്നും പറയില്ല. എന്തിനാ വല്ലവരും, ഞാൻ വെറുതെ ഒരു ജോക്ക് അടിച്ചാ കേട്ടോ. ഞാൻ എന്തിനാ നമ്മള് വല്ലവരും കുറ്റം പറയാൻ പോണേ? എന്തിനാ? അതെ നമുക്ക് പോവാം. എല്ലാരും കുറ്റവും കുറവൊക്കെ ഉള്ളവരല്ലേ അല്ലേ? പോവാം നമുക്ക്. വേഗം വേഗം അയ്യോ വാ. നമ്മള് വന്ന നീരാളി ഫിഷ് മാർക്കറ്റിലാണ് കേട്ടോ. ഇവിടെ എല്ലാ മീനും കിട്ടും അല്ലേ അമ്മി? ഹാപ്പി ആയോ? ഹാപ്പിയായി. പോവാം. വലിയ ഹാപ്പി ഇല്ല, ഇനി ചേട്ടൻ പണി ഉണ്ടായിരുന്നു ഓർത്തിട്ട്. അതല്ലേ നമുക്ക് എല്ലാവർക്കും കൂടെ പണിയല്ലേ ചവണി? എന്നെ ഇവിടുന്ന് കറുമുറ് ശബ്ദങ്ങളൊക്കെ, വലിയ കറുമുറ് ശബ്ദമൊക്കെ കേൾക്കാലോ. റസ്ക് പൊട്ടിച്ചതാണോ? നല്ലതാണോ? നല്ല റിസ്ക് ആണോ ആൻസിന്ന് മേടിച്ചേ? റസ്ക് തീറ്റൊന്നും കൊള്ളില്ല, കണ്ട കൊഴുപ്പൊക്കെ ഇട്ടുണ്ടാക്കണ. നല്ലതാണോ? സൂപ്പറാണോ? ഇഷ്ടപ്പെട്ടോ? മമ്മിയുടെ അലുവയൊക്കെ എവിടെ പോയി? എനിക്ക് ശീലം ഇടാതിരുന്നതാ. അലുവ എന്തിയമ്മേ? ഇതെന്നാ അമ്മി 4 മണി കാപ്പി ആഘോഷമുള്ള അച്ചപ്പം, മിച്ചറ്, കുക്കീസ്, അലുവ, റസ്ക്. അതെല്ലേ, എങ്ങനെയുണ്ട്? സൂപ്പറാണോ? നല്ലതാ അല്ലേ? മമ്മി അലുവന്ന് പൊട്ടിച്ചേന്ന് അലുവന്ന് തുറന്നേ മമ്മി. 1 2 3 4 5 6 7 കഷ്ണങ്ങളോ? 7 കഷ്ണമുള്ളൂ. പക്ഷെ അത് സ്പെഷ്യൽ ഫ്രൂട്ട് ഹലുവയാണ്. 200 രൂപ കേട്ടോ. ആണോ? പൊട്ടിച്ചേ ഒരെണ്ണം തിന്നാനായിട്ട് അങ്ങോട്ട് കൈ ധരിക്കുക. മമ്മി തന്നെ അറിയോ? മമ്മിയാണ് അലുവ കൊതിച്ച്. മമ്മി അലുവ കൊതിച്ച് ഭയങ്കര ഇഷ്ടമാണ്. ഇതിന് സ്റ്റിക്കർ ഒന്നും ഇല്ലായിരുന്നല്ലോ. ആണോ? സ്റ്റിക്കറില്ലായിരുന്നതുപോലെ ഇത് നിങ്ങൾ പൊട്ടിച്ചെടുത്തവരൊരു അറിയോ? അങ്ങനെ ആരും മമ്മിയുടെ അലുവയൊന്നും കൊണ്ടുപോകില്ല. അമ്മി കഴിക്കുക. കഴിക്കുക അമ്മി, കഴിക്കുക. സൂപ്പറാ, സൂപ്പറാ അലുവ. എല്ലാവർക്കും ഓരോ കഷ്ണം എടുക്കാനേ ഉള്ളൂ. എല്ലാവർക്കും ഓരോ കഷ്ണവും, മമ്മിക്ക് 2-3 എണ്ണവും അല്ലേ? അതല്ലേ അമ്മ ഉദ്ദേശിച്ചേ. എനിക്ക് കേക്കിനെക്കാളൊക്കെ ഇഷ്ടം അലുവ തന്നെയാണ്. ഇത് സൂപ്പർ അലുവ കേട്ടോ. ഞാൻ ഇതായിട്ട് പറഞ്ഞതല്ല, ഞാൻ എൻ്റെ ചാനലിൽ ജെനുവിൻ ആയിട്ടുള്ള സാധനങ്ങളാണ് നല്ലതാന്ന് പറയാറുള്ളൂ. നല്ലതാ അലുവ. കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ, അതിൽ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഫ്രൂട്ട് ഹൽവ. ഇനി റസ്ക് മതി, ഓരോന്നും ഇരിക്കുക തിന്നാനായിട്ട്. ഓരോന്നും എടുത്തേ. മമ്മി ഡൈ ഒക്കെ അടിച്ചപ്പോ ഒരു 5 വയസ്സ് പിന്നെയും കുറഞ്ഞല്ലോ മമ്മി. മുടി വെട്ടിയപ്പോ ഒരു 10 വയസ്സ് കുറഞ്ഞായിരുന്നു. കിച്ചാവണി ഓടിപ്പോയി കുളിച്ചു കേട്ടോ. അതെ അതെ അതെ, കക്ക പൊളിക്കുമ്പോ പിന്നെ മുഷിയില്ലേ നമ്മുടെ ഡ്രസ്സൊക്കെ. കിച്ചാവണി വാക്സ് ഒക്കെ ചെയ്തൊരു 10-15 വയസ്സ് അങ്ങനെ കുറഞ്ഞു കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു കിച്ചാവണി വാക്സ് ചെയ്തിട്ട്? നല്ലായിരുന്നു അല്ലേ? കിച്ചാമണി എന്റെ അടുത്ത് എടുക്കുന്ന ആ വിളവൊന്നും അവിടെ ചെന്നിട്ട് നടന്നില്ല കേട്ടോ. ഞാൻ ത്രെഡ് ചെയ്ത് കൊടുക്കോ വാക്സ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ കിച്ചാമണി കുതറി ഓടുന്നതായിരുന്നു. ഇന്ന് പൂച്ചക്കുട്ടിയെ പോലെ എടുത്തോട്ടോ. അലുവയൊക്കെ ഓരോന്നെടുക്കാനേ ഉള്ളൂ. ആദ്യം മമ്മി തിന്നാ. ഇനിയില്ല, ചിക്കുവിനെ അടിക്കുള്ളൂ. തീർന്നോ? ഞാൻ അവർക്ക് 2 കഴിക്കാനേ ഉള്ളൂ. അപ്പൊ 6 കഷ്ണം ഉണ്ടായിരുന്നുള്ളൂ. 6 കഷ്ണം? 6 ഇല്ല, 3 2 5 ഉള്ളൂ. അപ്പൊ എന്നാ എണ്ണിയതാ ഞാന്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ. പക്ഷെ ഇങ്ങനെ പൊട്ടിച്ച് അലുവ കൊടുക്കുമെന്നേ.
വിശ്വാസമില്ല. അതുപോലെ അല്ലേ അലുവ അവിടെ സൈഡൊക്കെ ഒട്ടിച്ചല്ലേ കൊടുക്കുള്ളൂ. ചിലപ്പോൾ ഒട്ടിക്കാൻ മറന്നു പോയതായിരിക്കും മമ്മി. ഒട്ടിക്കാൻ മറക്കില്ലെന്ന് എൻ്റെ വിശ്വാസം. പക്ഷെ എല്ലാ ടിന്നും ഇത്രയൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇരുന്നേന്ന് തോന്നുന്നില്ല എല്ലാം. ഞാൻ അച്ചപ്പോറിന് പൊട്ടിച്ചാലോ അമ്മി? അവൾക്ക് മിച്ചറാണ് ഇഷ്ടം. എല്ലാം പൊട്ടിക്കാം. ചായയുടെ കൂടെയോ? ചായ മിച്ചർ അടിപൊളിയാ അമ്മി. മഴ ചായ മിക്സർ. പാവം മമ്മിക്ക് അലുവയും സ്വസ്ഥമായിട്ട് തിന്നാൻ പറ്റുന്നില്ല. ആസ്വദിച്ച് തിന്നാൻ പറ്റില്ല. ഇതൊക്കെ കണ്ടിട്ട് അപ്പൊ തന്നെ ഇത് എന്നതാ ക്ലിപ്പിടണല്ലേ, തണുത്ത് പോയ പിന്നെ അതൊരു സുഖമില്ല. അത് ശരിയാ. എന്നാ ഞാൻ പൊട്ടിക്കാന്ന. കത്രയ്ക്കൊരു മൂർച്ച കുറവാ. പൊട്ടി മൊത്തം പൊട്ടിയില്ല. തൊടുപുഴ ഏറ്റവും നല്ല അച്ചപ്പം കിട്ടുന്ന ആൻസിലാന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടം അവിടുത്തെ കേട്ടോ. ഞാൻ എന്ന് കൊഴലപ്പം മേടിക്കാൻ ചെന്നാലും അവിടെ ഇല്ല. കുഴലപ്പം തീർന്നു. മമ്മിക്ക് എന്തോ മമ്മി കുഴലപ്പം തിന്നാനുള്ളൊരു യോഗം ഈയിടെയായിട്ട്. പൊട്ടിച്ചാലും നമുക്ക് പൊട്ടിക്ക് അച്ചപ്പം. ഇതേ ഒരാൾ മിച്ചർ പൊട്ടിച്ചു കേട്ടോ. ഇതെല്ലാം ഇങ്ങനെ ക്ലിപ്പിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ തണുത്തു പോകും അല്ലേ? മമ്മി എന്നാണ് ഈ ക്ലിപ്പൊക്കെ എവിടുന്നാ മമ്മി വാങ്ങുന്നത്? ആണോ? ഇവിടുത്തെ സാധനം അല്ലേ ഇത്? ഇറക്കുമതിയാണോ? ഇവിടെ കിട്ടുമോ ഇത് ഇങ്ങനെ കാറ്റ് കയറാതിരിക്കാനുള്ള ക്ലിപ്പ്? അറിയത്തില്ല. ഞാൻ ഭുജിലെ ഡിമാർട്ടിന്ന് മേടിച്ചോണ്ട് മമ്മി ഏത് നാട്ടിൽ ചെന്നാലും അവിടുത്തെ സാധനങ്ങളൊക്കെ തപ്പി നടക്കും. എനിക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും കെണിമണീസൊക്കെ വലിയ ഇഷ്ടമാണ്. തപ്പി കണ്ടുപിടിക്കും. ഇന്നെങ്ങാനും തുറക്കോ? കാറ്റ് കയറാതിരിക്കാൻ അമ്മാതിരി പാക്കിംഗ് ആണെന്ന് തോന്നുന്നു അവര് ചെയ്തേ. കത്രി എടുത്തു കൊടുക്കടി കിച്ചാമണി. ഞാൻ എനിക്ക് ഇങ്ങനെ ഈ കടകളിലൊക്കെ പോയി ഇങ്ങനത്തെ ഒക്കെ തപ്പാൻ വേറെ എവിടെയൊക്കെ പോകുമ്പോഴേ അപ്പൊ ഞാനിങ്ങനെ നമ്മുടെ നാട്ടിൽ കിട്ടാനില്ലാത്തതും നമ്മുടെ നാട്ടിലില്ലാത്ത സാധനങ്ങളൊക്കെ ഞാൻ കണ്ടുപിടിക്കും. എന്നിട്ട് എങ്ങനെയും കടത്തിക്കൊണ്ട് വരുമോ? എങ്ങനെയൊക്കെ മേടിക്കും ഞാൻ. കാണുന്നവരല്ല എന്നോട് മമ്മി എന്തെന്നാ ചോദിക്കുന്നത്. ഇന്ന് ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടു, പിന്നെ ഹോട്ടലിൽ കയറിയപ്പോ കണ്ടു. ഏണ്ട് വന്നിട്ടുണ്ടല്ലോ. ഇത് തേങ്ങാട് ഇത് വെച്ചിട്ടുണ്ടാക്കുന്നതാന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ, കോക്കനട്ട് ബോൾ ഒക്കെ പോലെ നല്ല ടേസ്റ്റ് ഉണ്ട്. ആണോ? തേങ്ങ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കുക്കീസ് ആണേ, സൂപ്പർ കുക്കീസ് ആട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. കോക്കനട്ട് ബോളിന്റെ ടേസ്റ്റ് ആണ്. ഓട്സും കോക്കനട്ടും ഒക്കെ വെച്ചിട്ട് അടിപൊളി കുക്കീസ് ആണ്. മുന്തിരിങ്ങയൊക്കെ ഉണ്ട് ധാരാളം.